ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. എൻ്റെ ടോപ്പ് 6 പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ ടോപ്പ് 6ൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് വിക്രമുണ്ട്, പാർവതിയുണ്ട്, ഗാനാ വിനോദുണ്ട്, കനിയുണ്ട്, സാന്ദ്രയുണ്ട്, അമിതുണ്ട്. ഇതിലില്ലാത്തവരെല്ലാം അതിന് മുന്നേ ഔട്ടായി പോവും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിനുള്ള റീസൺ ഞാൻ പറയാം. വിക്രം എന്തുകൊണ്ട് ടോപ്പ് 6ൽ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ബിഗ് ബോസിൻ്റെ റൂൾസിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആരും അധികം എക്സ്പോസ് ചെയ്യുന്നതായിട്ടും കാണുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമും കളിക്കുന്നുണ്ട്. സോ വിക്രം വരാൻ ചാൻസ് ഉണ്ട്. പാർവതി എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാനുള്ള കഴിവുണ്ട്. പിന്നെ പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ മൈൻഡ് ഗെയിമും ഒക്കെ കളിക്കുന്ന ആളാണ്. അങ്ങനെ പാർവതി. അടുത്തത് വരുന്നത് ഗാനാ വിനോദാണ്. ഗാനാ വിനോദ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റൻറ്റ് കോമഡിയാണ്. ഫിസിക്കൽ ഗെയിമും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും, പക്ഷേ മൈൻഡ് ഗെയിമൊക്കെ കളിക്കും പുള്ളിക്കാരൻ അറിഞ്ഞൂടാ. എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ്. സോ പുള്ളിക്കാരനും ടോപ്പ് 6ൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് കനിയാണ്. പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട്, പിന്നെ പാസം, അതൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് റെയറാണ്. സോ അതുകൊണ്ട് കനി വരാനുള്ള റീസൺ കൂടുതലാണ്. പിന്നെ സാന്ദ്ര, ഇത് ഏവരെ ഞെട്ടിച്ചൊരു കാര്യമായിരിക്കും. സാന്ദ്ര വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു വീടിനെ മൊത്തം എതിർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സങ്കടക്കടലിൽ പുള്ളിക്കാരി ഈ ആഴ്ചത്തെ എവിക്ഷൻ മറികടന്നിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരിക്ക് മൈൻഡ് ഗെയിം നന്നായി കളിക്കാൻ അറിയാം. സോ ആ ഒരു ഹെയ്റ്റ് കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ 2 ആഴ്ച കൂടെ താണ്ടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അമിതാണ്. അമിത് ഒരു പ്യുവർ ജെന്റിൽമാൻ എന്ന രീതിയിലാണ് ആൾക്കാർ നോക്കിക്കാണുന്നത്. പുള്ളിക്കാരൻ്റെ പ്രവൃത്തി ആയിക്കോട്ടെ, ആ ചിരി ആയിക്കോട്ടെ, എല്ലാവരും അങ്ങനെ ഒരു രീതിയിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഗൈ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനും അങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ട് കമറുദ്ദീൻ, അറോറ, സുഭിക്ഷ, ശബരി ഇല്ല എന്നതും കൂടെ ഞാൻ പറയാം. കമറുദ്ദീൻ ഇല്ലാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഗ്രാഫ് ഇങ്ങനെ കീറി ഇറങ്ങിയാണ് പല സമയങ്ങളിലിരിക്കുന്നത്. അടുത്തത് അറോറ. 50 ദിവസം എവിടെ പോയി അറോറ എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. അതിനുശേഷം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഗെയിം കളിക്കുന്നതിന് പകരം അവിടെ ഡാൻസ് കളിച്ച് നടക്കുന്നതാണ് കാണാനിടയാവുന്നത്. സോ അറോറ എൻ്റെ ലിസ്റ്റിലില്ല. ഇനി അടുത്തത് സുഭിക്ഷ. സുഭിക്ഷ ഒരു 60 ദിവസം വരെ പുള്ളിക്കാരി എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ കൂടെ എപ്പോൾ കൂടിയോ അപ്പോൾ തൊട്ട് പുള്ളിക്കാരിൻ്റെ ഗെയിം സ്പോയിലായി. വിയാനേൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് സുഭിക്ഷ എന്ന് പറയുന്ന വ്യക്തി. അതിനുശേഷം ശബരി. ശബരീൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 ആഴ്ച ഇങ്ങനെ കയറി നിന്നു, പിന്നെ ഒരു ഫ്ലാറ്റാണ്. എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണാനിടയായത്. മേ ബി ഇങ്ങനെ നിന്നിട്ട് ഇതുവരെ പോവാതിരുന്നുകൊണ്ട് മേ ബി ടോപ്പ് 6ൽ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ വിജയ് ടിവിൻ്റെ പ്രൊഡക്റ്റാണ് എന്നാണ് പറയുന്നത്. സോ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് മാത്രം. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ദിവ്യേൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ദിവ്യ എന്തുകൊണ്ട് ടോപ്പ് 6ൽ വരാൻ ചാൻസ് ഇല്ല എന്നും കൂടെ ഞാൻ പറയാം. ദിവ്യേൻ്റെ പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ ഒരു വാഗ്വാദത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ ദിവ്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ദിവ്യ ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഫാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു പുള്ളിക്കാരിൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിൽ. ഇനി അങ്ങനെ കയറി പോവോ എന്ന് ഇനിയും കണ്ടറിയാം. ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. ഡാൻസ് മാരത്തോണെ കുറിച്ചായിരുന്നു ആദ്യം ചർച്ച. വിജയ് സേതുപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി വിക്രം, അറോറ ഡാൻസ് കളിച്ചത്, പിന്നെ ജഡ്ജ് ചെയ്ത കനി ആയിക്കോട്ടെ, ആതിര ആയിക്കോട്ടെ, അതൊക്കെ സൂപ്പർ ആയിരുന്നു എന്ന് വിജയ് സേതുപതി പറയുന്നുണ്ട്. അതിനുശേഷം സാന്ദ്ര എക്സ്പോസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സാന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. വിജയ് സേതുപതി പറയുന്നുണ്ട്, കനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ദ്രേൻ്റെ കൊച്ചിനെ കുറിച്ചല്ല അവിടെ പാടിയത്, അങ്ങനെ ഒരു ദുരുദ്ദേശം കനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് സാന്ദ്ര അവിടെ സോറി പറയുന്നുണ്ട് കനീനോട്. അതേതായാലും നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഒരു ടാസ്ക് ആയിരുന്നു, ഫാമിലി വരുമ്പോൾ ഭയപ്പെടാൻ ചാൻസ് ഉള്ള ആളും സന്തോഷിക്കാൻ ചാൻസ് ഉള്ള ആളും എന്നൊരു ടാസ്ക് ആയിരുന്നു. സന്തോഷിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ സാന്ദ്ര, വിക്രം, അവരെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇനി ഫാമിലി വരുമ്പോൾ ഭയക്കാൻ ചാൻസ് ഉള്ള ആൾ എന്ന് എല്ലാവരും പറഞ്ഞത് പാറുവിൻ്റെ പേരാണ്. അതിനുള്ള റീസൺ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പാറു, കമറുദ്ദീൻ ആ ബന്ധത്തെ തുടർന്ന് ഭയക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ FJ എവിക്റ്റ് ആയതാണ് കാണാനിടയായത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. FJയുടെ എവിക്ഷൻ കഴിഞ്ഞിട്ട് വേറൊരു ടാസ്കും കൂടെ ഉണ്ടായിരുന്നു. വന്ന പണിയൊക്കെ കഴിഞ്ഞു, ഇനി പോവാം എന്നുള്ള ടാസ്ക് ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗ്രൂപ്പ് കളിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കനി ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, അറോറ ആയിക്കോട്ടെ, സുഭിക്ഷയൊക്കെ ആയിക്കോട്ടെ, അവർ ഗ്രൂപ്പ് കളിച്ചൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. സോ അത് ഞാൻ അധികം എടുക്കുന്നില്ല. എല്ലാവരും കുറേ പേരൊക്കെ പറഞ്ഞത് സാന്ദ്രേൻ്റെ പേര്, ദിവ്യേൻ്റെ പേര്, പാറുവിൻ്റെ പേരൊക്കെയാണ്. സോ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുശേഷം പൊടുന്നനെ സെക്കൻഡ് എവിക്ഷൻ വരുമായിരുന്നു. ആരും എക്സ്പെക്ട് ചെയ്തില്ല. വിജയ് സേതുപതി ആ ചെയ്തതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആതിരയെ പോയി. ആതിര എന്ത് പറഞ്ഞാലും ഈ ആഴ്ച അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കൊണ്ടൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ വോട്ട് കയറ്റാൻ കുറച്ച് പാട് തന്നെയാണ്. അങ്ങനെ ആതിരയും പോകുന്നതായിട്ടാണ് കാണാനിടയായത്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ റിവ്യൂ. നിങ്ങളുടെ ടോപ്പ് 6 ആരൊക്കെയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന്. കാര്യം യുവനിരേനെയാണ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്
പിടിക്കുന്നത്. അത്യാവശ്യം പ്രായമുള്ളവരെയാണ് ഞാൻ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ.